അതുമാതിരി നോക്കണം ഇത്. ഇതാണ് നമ്മുടെ റൂം. നമ്മൾ റൂമിൻ്റെ അകത്താണ് വണ്ടിയിൽ വെക്കുന്നത്. വേറെ ഒന്നുമല്ല, നമുക്ക് വേറെ നോക്കാൻ വേണ്ടി തന്നതാണ് ട്രാവൽ ചെയ്യാൻ. അപ്പം നമ്മൾ അതുമാതിരി നോക്കണം ഇത്. നമ്മളിന്ന് എങ്ങോട്ടാ പോണേന്ന് വെച്ചാൽ സൈക്കിളിന് കാറ്റടിക്കാനാണ്. സൈക്കിൾ കൊണ്ടുവന്നെങ്കിൽ സൈക്കിളിന് കാറ്റില്ല. കാറ്റ് പോയത് കൊണ്ട് തന്നെ പമ്പ് ഞാൻ ഇവിടെ കുറെ സ്ഥലത്ത് ചോദിച്ചു. ഇവിടെ ഒരു മനുഷ്യന്റെ കയ്യിലും പമ്പില്ല. ഇപ്പൊ വീട് പൂട്ടാണ്ട് നമുക്ക് പുറത്തു പോകാൻ പറ്റില്ല. വീടിന് ഒരു താക്കോലും ഉണ്ടായിരുന്നില്ല. ഒരു താക്കോലും മേടിക്കേണ്ടി വന്നു. വീട് നമുക്ക് വാടക കിട്ടിയെങ്കിലും വീടിന് താക്കോല് തന്നില്ല ആള്. അങ്ങനെ വീട് പൂട്ടി ഞാൻ താക്കോലും ബാഗിലിട്ടൊരു സൈക്കിൾ എടുത്തിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ റൂം ഇരിക്കുന്നത് ഒരു വീടിൻ്റെ സൈഡിലായതുകൊണ്ട് ഭയങ്കര പാടാണ് അതിനുള്ളിൽ കയറാൻ. അപ്പോൾ കണ്ടില്ലേ, സൈക്കിൾ കിടക്കാൻ ചെറിയൊരു ഗ്യാപ്പുള്ളൂ. ഇവർ വലിയൊരു വീപ്പ വെച്ചിട്ടുണ്ട് വെള്ളം പിടിക്കാൻ വേണ്ടി. ഇവിടെ എല്ലാ വീട്ടിലും വീപ്പ വെച്ചിട്ടുണ്ടാവും. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഇത് നേരത്താണ് വെള്ളം കിട്ടാതെ ഇരിക്കാമെന്ന് പറയാനും പറ്റില്ല. പിന്നെ എപ്പോൾ വേണമെങ്കിലും മഴ വരല്ലോ. ഇതാണ് വീടിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത്. 2 ഗേറ്റിൻ്റെ വീടിന് തുറക്കാൻ വേണ്ടി. ഈ വീട് ഇരിക്കുന്നത് ഇത്തിരി ഹൈറ്റ് കൂടിയൊരു സ്ഥലത്താണ്. അപ്പോൾ തന്നെ അവർ സ്റ്റെപ്പ് വഴിയാണ് ഈ വീട്ടിലേക്ക്, അല്ലാതെ റോഡ് പോലെയല്ല. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കയറിയിട്ട് വേണം എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും. അപ്പോൾ ഞാൻ സൈക്കിൾ ഇറക്കുന്നതും സ്റ്റെപ്പിൽ കൂടിയാണ്. സ്റ്റെപ്പിൽ കൂടി ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ മെല്ലെ മെല്ലെ ബ്രേക്ക് പിടിച്ചാണ് ഇറക്കുന്നത്. ഈ സൈക്കിളിന് ഡിസ്ക് ബ്രേക്കാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് സഡനായിട്ട് ബ്രേക്ക് പിടിച്ചാൽ നിൽക്കും. അങ്ങനെ ഇറക്കിയിട്ട് ഞാൻ സൈക്കിൾ സൈഡിൽ ഒരു സ്ഥലത്ത് വെച്ചു. ഇപ്പം എന്തിനാ തിരിച്ചു കയറി പോകണേന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലെ ഗേറ്റ് അടിച്ചില്ലെങ്കിൽ ഫുള്ള് പട്ടികൾ. സന്ധ്യ ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ പട്ടികളുടെ മേള. അതുകൊണ്ട് തന്നെ ഗേറ്റ് അടച്ചിട്ടില്ലെങ്കിൽ മുറ്റത്തായിരിക്കും പട്ടികളുടെ കിടപ്പ്. അപ്പം ഞാനങ്ങനെ വന്ന് 2 ഗേറ്റും അടച്ചു. 2 ഗേറ്റും അടച്ചിട്ട് നല്ല സൈക്കിൾ എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. സൈക്കിളിൻ്റെ ടയറിൽ എയർ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് മെല്ലെ പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇറക്കങ്ങളൊക്കെ മെല്ലെ സൈക്കിളിമേ ഇറക്കണത്. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് സ്ഥലത്തേക്ക് പോകേണ്ടത്. എയർ അടിക്കാനാണ് ഇപ്പോൾ. ഇന്നലെ രാത്രിയാണ് നമ്മൾ സൈക്കിൾ കൊണ്ട് വന്നത്. അപ്പോൾ ആ സമയത്ത് കടകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ പരിചയപ്പെട്ട ഒരു ചേട്ടൻ പറഞ്ഞു, നീ ഇന്ന് കാലത്ത് വന്നാൽ മതി, ഞാൻ നിനക്ക് കാറ്റടിച്ച് തരാം ടയറുമേ എന്ന് പറഞ്ഞു. അങ്ങനെ ആളുടെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആൻഡമാനിലെ വലിയ മെയിൻ ടൗണൊന്നും അല്ല, ചെറിയൊരു ഉൾഗ്രാമം പോലെയുള്ള ഒരു സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇപ്പോഴും ചില ആൾക്കാർക്ക് വിചാരിക്കും ആൻഡമാനിലെ കാശ് വേറെയാണ്, വേറെ നോട്ടുകളൊക്കെയാണെന്ന്. അപ്പോൾ ഒരിക്കലും അല്ലാതെ വെറും തെറ്റിദ്ധാരണയാണ്. ഇത് ഇന്ത്യൻ സ്ഥലമാണ്. ഇങ്ങോട്ട് വരാൻ നമുക്ക് ഇന്ത്യയുടെ ആധാർ കാർഡ് മാത്രം മതി. ആർക്ക് വേണമെങ്കിലും ആൻഡമാനിലേക്ക് എത്തിപ്പെടാം. അപ്പോൾ സൈക്കിളിൽ കാറ്റടിച്ച് തരാമെന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നമ്മളെ റൂം കാണിക്കാൻ കൊണ്ടുപോയ ആളാണ് ഈ കാണുന്നത്, പ്രസാദ് ബ്രോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സൈക്കിൾ നിർത്തുന്നത്. ഇപ്പം ഈ ചെറുക്കൻ ചോദിച്ചു ഞാൻ പുറത്തുനിന്നാണോ വന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ കേരളത്തിലെ ആളാണെന്ന് പറഞ്ഞു. ഇവർക്ക് പുറമേ നിന്നുള്ള ആൾക്കാരോട് ഭയങ്കര നല്ല പെരുമാറ്റമാണ് കേട്ടോ. അപ്പോൾ അതേ ചേട്ടൻ നമുക്ക് കാറ്റടിച്ച് തരുന്നുണ്ട് സൈക്കിളിനെ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഇവർ ഇത്രയും നമ്മളോട് അത്ര നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവർ ഇങ്ങോട്ടാണ് നമുക്ക് ഓരോ സഹായങ്ങൾ ചെയ്തു തരുന്നത്. സൈക്കിൾ പമ്പിൻ്റെ പിടി പോയിട്ട് അതുമേ മരം വെച്ചിട്ട് ട്യൂബ് വെച്ച് കെട്ടി വെച്ചേക്കാണ് സൈക്കിൾ പമ്പ്. അപ്പോൾ ഫ്രണ്ട് ടയറിൻ്റെ കാറ്റ് ഏകദേശം ഫില്ലായപ്പോൾ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബാക്ക് ടയറിൻ്റെ കാറ്റും കൂടി ഇനി അടിക്കുന്നുണ്ട് സൈക്കിളിന്മേൽ. ടയറിൻ്റെ കാറ്റ് വളരെ കുറവായിരുന്നു. ഈ സൈക്കിളിൻ്റെ ഹാൻഡിൽ ഇടയിൽ കിടന്ന് ഉരുളണ പട്ടിയുണ്ടല്ലോ, ഇവനാണ് റെക്കോർഡ് പട്ടി. 46 ആൾക്കാരെ കടിച്ച പട്ടിയാണ്. പക്ഷേ ആൾക്കാർ ഇപ്പോഴും ഒന്നും ഇതിനെ ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ അപ്പോഴേ പണ്ടേ തല്ലി കൊന്നുണ്ടാവും ഈ പട്ടീനൊക്കെ. 46 പേരെ കടിച്ച് അതിൽ 26 പേര് ചെന്നൈയിൽ പോയിട്ടാണ് വാക്സിൻ എടുത്തേക്കുന്നത്. അങ്ങനെ ഏകദേശം സൈക്കിൾ കാറ്റടിച്ച് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഇവരോട് ഓടിച്ച് നോക്കിക്കോന്ന് ഇവരോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് ചെറിയ ചെക്കൻ ആദ്യം സൈക്കിൾ എടുത്തു. നമ്മളെ കൊണ്ട് ചെറിയ ചെറിയ ഹാപ്പിനെസ് ആണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത ചില നിമിഷങ്ങളൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വളരെ സന്തോഷം കൊടുക്കുന്ന സമയമായി. ഇവൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഗിയർ സൈക്കിൾ ഓടിക്കണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതിൻ്റെ ഒരു സന്തോഷം ഇവൻ്റെ മുഖത്ത് എനിക്ക് കാണാൻ പറ്റുമായിരുന്നു അന്നേരം. സൈക്കിൾ ഓടിച്ച് തിരിച്ചു വന്നിട്ട് ഇവനെ എന്നോട് ക്ഷയിക്കാൻ കാരണം മറ്റൊന്നുമല്ല, ഇവന് ഇന്നേ വരെ ആരും ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ഒന്നും അങ്ങനെ ചെയ്തു കൊടുത്തിട്ടില്ല ജീവിതത്തിൽ. അപ്പം ഞാനായിട്ട് സൈക്കിൾ കൊടുത്തപ്പോൾ അവന് വളരെയധികം സന്തോഷമായി. അതും കേരളത്തിൽ നിന്നൊരാളിൽ നിന്നുള്ള ഞാൻ അഭിമാനം. എപ്പോഴും നമ്മളെ കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റിയെങ്കിൽ സഹായിക്കാം, എന്നാൽ ആ സഹായം ഒരു ഉപദ്രവമായി മാറരുത്. അങ്ങനെ അവന് റൗണ്ട് വന്നപ്പോൾ നമുക്ക് കാറ്റടിച്ച് വന്ന് ബയ്യ ഓടിക്കാൻ പറഞ്ഞു. ബയ്യെ വേണമെങ്കിൽ ഓടിച്ചു നോക്കി വന്നു. അപ്പോൾ അയാൾ അതേപോലെ ഓടിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അയാൾ ഓടിക്കുന്ന രംഗം ഇപ്പം അവിടെ നിൽക്കുന്നവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറുക്കൻ സൈക്കിളും കൊണ്ട് പോകുന്നു. അപ്പോൾ ഇത് കേട്ടാൽ തന്നെ ഇയാൾക്ക് വളരെ സന്തോഷം തോന്നി. ഇയാൾ അങ്ങനെ സൈക്കിളും ചവിട്ടി പോയിട്ട് തിരിച്ച് പെട്ടെന്ന് തന്നെ വന്നു. ടയറിൽ കാറ്റടിച്ച സന്തോഷത്തിൽ ഞാനും അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പോണ വഴിക്ക് കണ്ടൊരു കാഴ്ചകൾ കാണും. റേഞ്ച് റോവർ വരുന്നുണ്ട്, അതും ആൻഡമാൻ്റെ. ഇവിടെ ആൻഡമാനിൽ റേഞ്ച് റോവറൊക്കെ ഉണ്ടോയെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സൈഡിലേക്ക് നോക്കിയപ്പോൾ കടലിലെ വ്യൂ, അതൊരു രക്ഷയില്ല ഗൈസ്. ഇവിടെ നെസ്കഫേ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഇവിടെയാണ് കപ്പിൾസൊക്കെ വരിക എന്നാണ് പറഞ്ഞു കേട്ടത്. രാത്രി ആയി കഴിയുമ്പോൾ കപ്പിൾസിനെക്കാട്ടി കൂടുതൽ കണ്ടേക്കുന്നത് നായ്ക്കളാണ് ഞാൻ ഇവിടെ കണ്ടേക്കുന്നത്. ഇന്നലെ രാത്രി അർബാസിനെ സൈക്കിൾ മേടിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ഇത്തിരി മുമ്പ് കണ്ട പട്ടിയില്ലേ, ആ പട്ടിയാണ് എന്നെ കടിക്കാൻ. എനിക്ക് തോന്നുന്നു ആൻഡമാനിലെ തന്നെ ഏറ്റവും റെക്കോർഡ് ഇട്ട പട്ടിയാന്ന് തോന്നുന്നു. 46 പേര് കടിച്ചേക്കുന്നത്.
അങ്ങനെ ഞാൻ കടലിൻ്റെ സൈഡിലെത്തി. കടലിൻ്റെ വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ സൈഡിൽ കൂടെ സൈക്കിൾ ഓടി പോകുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ഫീല് അത് വേറെ തന്നെയാണ്. എത്ര കണ്ടാലും മതി വരാത്ത വ്യൂ ആണ് ആൻഡമാനിലുള്ളത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരേ ഒരു സ്ഥലം ആൻഡമാനാണെന്ന് ഞാൻ പറയും. കാരണം 360 ഡിഗ്രിയിലും കടലാണ്. നിങ്ങൾ ആൻഡമാനിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ബയോയിലുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.